ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു റിലാക്സ് ചെയ്തിട്ടുള്ളൊരു ദിവസമാണ്. അത് എന്താ പറയുക, കുറച്ച് ദിവസമൊക്കെ നല്ലോണം ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു റിലാക്സിങ് ഡേ എനിക്ക് ഉണ്ടാവാറുണ്ട്. പണികളില്ലാഞ്ഞിട്ടൊന്നല്ല, പക്ഷേ ശരീരത്തിന് കുറച്ച് റെസ്റ്റ് കൊടുക്കണമെന്നും എന്താ പറയുക, അധികം ഉറക്കമൊക്കെ കുറഞ്ഞാലും അധികം ജോലി ചെയ്താലും തലവേദനയാണ് ആദ്യം വരിക. അപ്പോൾ അത് കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റ് കടലയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട്, ചോറ് തലേദിവസം വെച്ചിട്ടുണ്ട്. പിന്നെ ചായ ഒന്ന് ആറ്റിയതിന് ശേഷം കേട്ടോ ഞാൻ അരിച്ചെടുക്കുള്ളൂ. എനിക്ക് എന്നാലാണ് ആ കടുപ്പൊക്കെ അങ്ങോട്ട് റെഡി ആവണ പോലെ തോന്നുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി നല്ല ഉഷാറായിട്ട് ഇത് അടുക്കളയിലേക്ക് എത്തിയേക്കാണ്. അപ്പോൾ കടല അവിടെ വേവുണ്ടല്ലോ, അതുകൊണ്ട് മനസ്സിൽ നല്ല ഹാപ്പിയാണ്. എന്താ വെച്ചാൽ സമാധാനമാണ്. ശ്രീകുട്ടൻ എന്താ ട്യൂഷന് പോവാണ്, 6:15 ഇന്ന് ട്യൂഷൻ. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നു കേട്ടോ. ആ ഒരു സമയമൊക്കെ ആയിട്ടുള്ള, അധികം ആയിട്ടില്ല. അപ്പോൾ 6:15 ട്യൂഷന് പോണ ദിവസം അവൻ പോയിട്ട് ഇങ്ങോട്ട് വരും, വന്നിട്ട് പോകാമെന്ന് പറയണം. ഇപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഡ്രസ്സ് ഇട്ടിട്ട് പോണ്, യൂണിഫോമൊക്കെ വന്നിട്ട് മാറാനും ഫുഡ് കഴിക്കാനൊക്കെ സമയമുണ്ട്. അതിനകത്തേക്ക് തിരക്ക് അടിക്കണ്ട എനിക്ക്. ഞാൻ ചായയൊക്കെ എടുത്ത് അവിടെ വന്നിരുന്നു. ചേട്ടൻ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ചായ എടുക്കാൻ എത്തിയിട്ടില്ല. രാവിലെ തന്നെ അവനാന് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ട് കുറച്ച് നേരം അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ കുറച്ചൊരു റിലാക്സ് ആവും. അത് കഴിഞ്ഞിട്ടാണ് പണികളിലേക്ക് മുഴുകാണ് സുഖം. പക്ഷെ ചില ദിവസം അത് സാധിക്കാറില്ല. ഇന്ന് എനിക്ക് അതൊക്കെ സാധിച്ചിട്ട്, ചില ദിവസം എഴുന്നേൽക്കുമ്പോൾ തന്നെ തിക്കും തിരക്കടിച്ച് ജോലി ചെയ്യേണ്ട ദിവസങ്ങളും ഉണ്ടാവും. എന്നാൽ ഇതേപോലെ എന്താ പറയുക, നല്ല റിലാക്സ് ആയിട്ടുള്ള ദിവസങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇന്നങ്ങനെ റിലാക്സ് ആയിട്ടുള്ള ദിവസമാണ്. ചായയൊക്കെ കുടി കഴിഞ്ഞ് വീണ്ടും വന്ന് അടുക്കള വാതിലൊക്കെ ഒന്ന് തുറന്നു. കടല ഓഫ് ചെയ്തിട്ടു കേട്ടോ. ഇനി അത് കാച്ചിയെടുക്കല്ലേ വേണ്ടോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം നല്ല മഞ്ഞും ഉണ്ട് കേട്ടോ കുറേശ്ശെ. അപ്പം ഞാൻ കുറച്ച് ദിവസമായി നമ്മുടെ ചീര അങ്ങനെ പ്രഷർ ചീര ഉണ്ടല്ലോ, അതിങ്ങനെ നിൽക്കണ്. അപ്പോൾ കായക്കൊല വീഴാറായി നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ വാഴ. അപ്പം അതിനാണ് ചേട്ടനെ അവിടെ കിടന്ന് വിളിക്കുന്നത് കേട്ടോ. ചേട്ടനെ വിളിച്ചിട്ടും ചേട്ടൻ കേൾക്കണമൊന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അടുക്കളയിൽ വന്ന് വിളിച്ചപ്പോഴാണ് കേട്ടത്. അടുക്കളയിൽ വന്ന് വിളിച്ചപ്പോൾ ആദ്യത്തെ വിളിയൊക്കെ ഉണ്ടായിരുന്നു, ആദ്യത്തെ പഠിക്കണ്ടായിരുന്നു. എന്നിട്ട് ചേട്ടൻ വന്നിട്ട് പിന്നെ കെട്ടണ ചോദിച്ച് നിന്ന്. അപ്പം ഞാൻ നിർബന്ധമായിട്ട് കെട്ടണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആൾ കെട്ടാനൊക്കെ വള്ളി എടുക്കാനൊക്കെ പോയി. ഞാൻ പിന്നെ ആ ചീര മുറിച്ചെടുത്തു കേട്ടോ. ഈ ഒരു ഭാഗം കൂടിയും ഒന്ന് വൃത്തിയാക്കാനുണ്ട്. അതുപോലെ നമ്മുടെ വഴുതനങ്ങയൊക്കെ ഉണ്ടല്ലോ, അവിടെയും കുറച്ച് പുല്ലൊക്കെ വളർന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വൃത്തിയാക്കാനുണ്ട്. കഴിഞ്ഞ ആഴ്ച വൃത്തിയാക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ചെയ്തു വന്നപ്പോൾ എനിക്ക് വയ്യാണ്ടായി. അത് കാരണം പിന്നെ വേണ്ടാന്ന് വെച്ചാൽ, നമുക്ക് റെസ്റ്റും വേണം, ജോലിയും വേണം, ഒക്കെയും വേണമല്ലോ. ഇതെല്ലതും കൂടി ആകുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്താൽ തന്നെയാണ് നമ്മൾ വിജയിക്കുള്ളൂ. അല്ലാണ്ട് സാധാരണ ഒരു ജോലിക്ക് പോയി സാധാരണ പോലെ ജീവിച്ചാൽ നമ്മൾ ജീവിതത്തിൽ ഉയർച്ചയൊന്നും ഉണ്ടാവില്ല. അതേപോലെ അങ്ങനെയൊക്കെ തന്നെ അങ്ങോട്ട് പോവാം, അത്രയേ ഉള്ളൂ. ജീവിതത്തിൽ കുറച്ചെങ്കിലും ഉയരണമെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു സൈഡ് ഇൻകം ഒക്കെ ഉണ്ടാക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കാരണന്മാരായിട്ട് കുറേ സ്വത്തുക്കളൊക്കെ സമ്പാദിച്ച് തന്നവരായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് വിരോധമൊന്നുമില്ല. നമുക്കിപ്പോൾ വീട് പണിയണ്ട, സ്ഥലം വാങ്ങിക്കണ്ട എന്നൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ജോലി ചെയ്ത് നമ്മൾ സമ്പാദിച്ച് മക്കളെ പഠിപ്പിക്കുക, അത്രയ്ക്കൊക്കെ അല്ലേ ആവശ്യമുള്ളൂ. വീടും സ്ഥലം ഉണ്ടായാൽ പിന്നെ പകുതി കാര്യങ്ങൾ കഴിഞ്ഞു കേട്ടോ. ഇവിടെ ആദിത്യം പറയും, അപ്പം ഞാൻ വീട് പണിയൊന്നും ഇല്ല കേട്ടോ, എനിക്ക് ഈ വീട് തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ പേരിൽ തരുമൊന്നും വേണ്ട, പക്ഷേ എനിക്ക് ഈ വീട് വേണം താമസിക്കാനായിട്ട്. വേറെ വീട് പണിത് അമ്മേരന്മാരി ലോൺ അടയ്ക്കാനുള്ള പ്രാന്തൊന്നും എനിക്കില്ല എന്നൊക്കെ പറയൂ കേട്ടോ ആദിത്യൻ. സീയുടെ പിന്നെ ഇത്തിരി മെച്ചോർഡായി, അവന് കാര്യങ്ങൾ എന്തിട്ടാണ് ആലോചിക്കാനായിട്ട് ഒരായി തുടങ്ങി. അപ്പം ഞാൻ പറയാം, എന്നാൽ നീ എടുത്തോ എന്നൊക്കെ പറയും. ഇനി കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ഇതൊക്കെ മാറിയായിരിക്കും, എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പണ്ടാദ്യത്തെ ശ്രീകുട്ടനും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഞാൻ ഒരിക്കലും ഈ വീടൊന്നും മാറില്ല കേട്ടോ, ഞങ്ങളിവിടെ രണ്ടാളും ഒരുമിച്ചേ താമസിക്കുള്ളൂ. അങ്ങനെയൊക്കെ പറയാറുണ്ട്. എങ്ങനെയെങ്കിലും താമസിക്കട്ടെ അല്ലേ, അവരുടെയൊക്കെ ഇഷ്ടം, അല്ലെങ്കിൽ അപ്പോഴത്തെ സൗകര്യം, അപ്പോഴത്തെ കാര്യങ്ങളുടെ പോലെയൊക്കെ ആവട്ടെ. അധികമൊന്നും കാട് കയറി ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഇപ്പോൾ എന്താണോ, ഇപ്പോൾ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നുണ്ടോ, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം കേട്ടോ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തിനുള്ള പ്രാധാന്യം. അപ്പം ഞാൻ കടലയായപ്പോൾ ചോദിച്ചു ഒരു രസം കൂടി വെക്കാൻ വെച്ചു. വെള്ളി വീണ്ടല്ലേ, അത് കട്ട് ചെയ്യണമെങ്കിലൊക്കെ കട്ട് ചെയ്യാം കേട്ടോ, ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ശ്രീകുട്ടനും ഇപ്പോൾ രസം ഇഷ്ടമില്ല. ഞാൻ കുറച്ച് ദിവസമായിട്ട് രസം വയ്ക്കുമ്പോൾ ആ കലം നിറച്ച് വയ്ക്കും. അപ്പോൾ ഇഷ്ടം പോലെയല്ലേ, അപ്പോൾ അത് കാരണം കൊണ്ട് കഴിച്ച് കുട്ടിക്ക് അങ്ങോട്ട് വെറുത്തു എന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ എനിക്ക് രസം കുടിക്കണം എന്ന് തോന്നി, അത് കാരണം ഞാൻ രസം ഉണ്ടാക്കി. ചേട്ടൻ അവിടെ എന്തൊക്കെ നനയ്ക്കുന്നുണ്ട് കേട്ടോ. രസം ഉണ്ടാക്കി. പിന്നെ കടല ഒന്ന് കാച്ചിട്ടാ. കടല പിന്നെ ഞങ്ങളെപ്പോഴും ഈ ഉപ്പേരിക്ക് കാപ്പിയൊക്കെ കൂട്ടില്ലേ, അതുപോലെയാണ് ഉണ്ടാക്കുക. അതതിൻ്റെ കാര്യം. അങ്ങനെ കഴിച്ചാലാണ് ഇവിടെ ഉള്ളവർ കഴിക്കുക. മസാലക്കറി എന്തോ ഇഷ്ടമല്ല. ഉരുളക്കിഴങ്ങായാലും ഗ്രീൻ പീസ് ആയാലും കടല ആയാലും ഒന്നും മസാലക്കറി വെക്കുമ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല അവർക്ക്.
അത് കാരണം പിന്നെ ഞാനത് ഇഷ്ടപ്പെടാത്തത് വെച്ചിട്ട് ഇപ്പം എന്തിനാ, അത് കാരണം ഞാൻ വയ്ക്കാറില്ല. എനിക്കും പിന്നെ വലിയ അങ്ങനെ താല്പര്യമില്ല. അപ്പോൾ കടല കഴിഞ്ഞ് പിന്നെ വേഗം രസം ഒന്ന് വറുത്തിട്ടു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ രാവിലത്തെ ജോലികൾ കഴിഞ്ഞു. പിന്നെ ഡ്രസ്സ് മാറാൻ അതൊന്നും നടക്കണതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ചോറ് പകർത്തുന്നതും ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. അതൊക്കെ കുറേ കണ്ടിട്ടുള്ളതല്ലേ, ഇതും കണ്ടിട്ടുള്ളതൊക്കെ തന്നെ. വൈകുന്നേരം വന്നതാ ഞാൻ ഓടി വന്ന് അപ്പം തന്നെ പിള്ളേർക്ക് ഫുഡ് കഴിക്കാൻ കൊടുക്കും. അടുക്കളയിൽ പാത്രം കണ്ടി അപ്പം തന്നെ കഴുകി വെച്ച് വേഗം തന്നെ ഫുഡ് കഴിച്ച് കുളി കഴിഞ്ഞ് അവിടെ പോയിരിക്കും. അങ്ങനെയാണ് ചെയ്യുക. പിന്നെ അലക്കാനുണ്ടെങ്കിൽ അതിനിടയ്ക്ക് അലക്കാൻ എടുത്തിടും. തുണികൾ മടക്കാനുണ്ടെങ്കിലും ആ കുളി കഴിഞ്ഞിട്ട് ഇരുന്ന് തുണികൾ മടക്കും. അപ്പോൾ പിന്നെ നമുക്ക് എല്ലാ പണികളും കഴിഞ്ഞ ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ വന്ന വഴി ഇരിക്കില്ല പരമാവധി, പിന്നെ അത്രയും വൈകി ഇരിക്കും. അപ്പോൾ അത് കാരണം അങ്ങനെ ഇന്ന് സാങ്കോ ഉണ്ടല്ലോ, സാങ്കോയ്ക്ക് വേറെ പേരുണ്ടാവോ മറന്നുപോയി. അത് ഉപ്മാവ് ഉണ്ടാക്കാന്ന് വെച്ചാൽ ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് പോയി. അത് പക്ഷേ ഒരു വലിയൊരു അബദ്ധമായി പോയി. ചൂടുവെള്ളം ഒഴിച്ച് വേവിക്കുന്നത് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ്. നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ തന്നെ ഉണ്ടാക്കിയത്. ആദ്യമൊക്കെ എൻ്റെ വിചാരം ഈ സാങ്കോ എന്ന് പറയുന്നത് നമ്മുടെ അരിയൊക്കെ ഉണ്ടല്ലോ, നെല്ലൊക്കെ, അതുപോലെ ചെടിയും ഉണ്ടാവണ ഒരു സംഭവമാണ് ഇത്. എന്തോ ഒരു അരിയാണ് ഇതെന്നാണ് ഞാൻ കരുതിയിരുന്നത് കേട്ടോ. ഇന്നാൾ വരെ, കുറച്ച് കാലം മുന്നേ വരെ ശ്രീവിട്ടം വന്ന് ചോദിച്ചു ഇതെന്തിൻ്റെ തെർമോക്കോളാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വിചാരിച്ചു. പിന്നെ ഒരു വീഡിയോയിലാണ് കണ്ടത്, കൊള്ളി ഉണ്ടല്ലോ നമ്മുടെ കപ്പ, അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കണേന്നുള്ളത് ഒരു ഫാക്ടറി പോലെയൊക്കെ ഇങ്ങനെ കാണിച്ചത്. അപ്പോഴാണ് മനസ്സിലായത് ഇത് ഈ സംഭവമാണെന്ന് കേട്ടോ. ശ്രീകുട്ടനായത്തിനോട് വെച്ച് ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു കഥ പറഞ്ഞു കൊടുത്തു. കഥയല്ല, ഉള്ള കാര്യം തന്നെ പറഞ്ഞു കൊടുത്തു കേട്ടോ. പിന്നെ ഇതിലുണ്ടായ്മ എന്നൊരു പോരായ്മ എന്ന് പറയുന്നത് ഇത്രയും നേരം വെള്ളത്തിലിട്ടാൽ ആ ടേസ്റ്റ് പോവും. നമ്മളിപ്പോൾ ചോറായാലും വേവ് കൂടി അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ, അതുപോലെ തന്നെ. അപ്പോൾ ആദ്യത്തെ ഈ അറ്റംപ്റ്റ് പരാജയമായിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് കഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ചെടുത്തൊന്ന് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള പണി ചെയ്യാമെന്ന് വെച്ചാൽ ചേട്ടൻ വെട്ടേട് സെൻറ്ററിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു കേട്ടോ. അപ്പോൾ ശ്രീകുട്ടൻ ചേട്ടനെ കൊണ്ടുവരാനായിട്ട് പോവാണ്. എന്നും ഇപ്പം എന്നെയും കൊണ്ടുവരാൻ വരും. ഇപ്പം ഞാൻ മിക്ക ദിവസം നേരം വൈകിട്ടാണ് ജോലി കഴിഞ്ഞ് എത്തുന്നത്. അപ്പോഴേക്കും അവൻ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരും, എന്നെയും കൊണ്ടുവരുന്നതിന്. പിന്നെ ഭയങ്കര ഇരുട്ടല്ലേ, നടന്നു വരാനും നമുക്ക് ഇത്തിരി പാടാണ്. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ രാവിലെ എടുത്തു വച്ചിരുന്ന ആ ഒരു ചീര ഉണ്ടല്ലോ, അത് ഒരു തോരൻ വയ്ക്കാമെന്ന് ചോദിച്ചിട്ടോ. കുറേ നാളായില്ലേ വച്ചിട്ട്, കുറേ കാലമായിട്ടോ ആ തോരൻ വെച്ചിട്ട്. എന്തോ അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിച്ച് ഇങ്ങനെ നിറയെ ഉണ്ടാവണതായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇവിടെ മഴക്കാലമായിട്ടുണ്ടെങ്കിൽ ഫലങ്ങളൊക്കെ തരൽ കുറവാണ്. അങ്ങനെയാണ്. കൃഷിയിൽ വീഡിയോ ഒക്കെ ഇടണമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ അച്ചാറുണ്ടാക്കണേൽ അങ്ങോട്ട് മുങ്ങിപ്പോയി കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇനിയും മീനച്ചാറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതും വേണ്ടവർ പറഞ്ഞോളോ. നമ്മുടെ ഈ അച്ചാറ് പകർത്തിയൊക്കെ വെച്ചു കേട്ടോ, ഭരണിയിലേക്ക് പകർത്തി വെച്ച് അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം. അതിൻ്റെ റെസിപ്പി തായോ എന്ന് പറഞ്ഞിട്ട് 2 കമൻറ്റ് കണ്ടു. അപ്പോൾ റെസിപ്പി ഓൾറെഡി ഇട്ടിട്ടുണ്ട്, നമ്മളതിൻ്റെ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇനിയും അച്ചാറ് വേണം എന്നുള്ളൊരു ഒരു ഹായ് വാട്സപ്പിലൊരു ഹായ് ഇട്ടിട്ട് ഇത്ര അച്ചാർ വേണം, 1 കിലോനാ 250 1 കിലോനാ എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞോളോ. പിന്നെ മീനച്ചാറും കൂടിയും ഇടാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഗൾഫിൽ കൊണ്ടുപോകാനായിട്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനോടൊപ്പം തന്നെ കൂട്ടുകാർക്ക് വേറെ ആർക്കെങ്കിലും മീനച്ചാർ വേണമെന്നുണ്ടെങ്കിൽ പറയുക. അപ്പോൾ എനിക്ക് അതിനനുസരിച്ച് ഉണ്ടാക്കാമല്ലോ. മീനച്ചാറാകുമ്പോൾ 1 മാസം ഒന്നും വെക്കേണ്ടി വരില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് മീനച്ചാർ ആർക്കെങ്കിലും വേണമെങ്കിൽ കൂട്ടിയിടണമെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. എനിക്കും ഒരു സഹായമായി, കൂട്ടുകാർക്കും അതൊരു സന്തോഷം. ഞങ്ങൾക്കും ഒപ്പം അച്ചാറൊക്കെ കഴിക്കാമല്ലോ. മീനച്ചാറൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോഴത്തെ അവസ്ഥ കണ്ടിട്ടില്ലേ, ഒരു 20 രൂപയുടെ ഒരു പാക്കറ്റിൽ 3 കുഞ്ഞ് പീസുണ്ടാവും, കുറേ ചാറുണ്ടാവും. അതാണെന്ന് വെച്ചാൽ വിനാഗിരി ഒഴിച്ച് നിറച്ചങ്ങടെ എന്തോ ഒരു ടേസ്റ്റ്. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മീനച്ചാറുണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. ഉണ്ടാക്കിയിട്ടുണ്ടോ കൂട്ടുകാർ? മിക്കവരും ആൾക്കാരൊക്കെ എവിടെന്നെങ്കിലൊക്കെ കഴിച്ചിട്ടുണ്ടാവും, കഴിക്കാണ്ടിരിക്കില്ല. അപ്പോൾ മീനച്ചാറ് വേണമെങ്കിൽ ഓർഡർ പറയൂ കേട്ടോ. എന്നാലേ എനിക്ക് ഉണ്ടാക്കാനും ഒരു കോൺഫിഡൻസ് വരാനാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കൂട്ടുകാരുടെ അടുത്ത്. ഇപ്പോൾ ഏറെക്കുറെയൊക്കെ നല്ലൊരു ആത്മവിശ്വാസമൊക്കെ എനിക്കുണ്ട്. എന്നാലും മീനച്ചാറ് ഇടുമ്പോൾ, മീനച്ചാറെന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തിരി എന്താ പറയുക, ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്തിരി കൂടും. എന്നുവെച്ചാൽ മീൻ ഇത്തിരി വില കൂടുതലാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വർത്തമാനത്തിൻ്റെ ഇടയിൽ നമ്മുടെ ഉള്ളി മുളകൊക്കെ മൂത്തു, നമ്മുടെ ചീര ഇട്ട് കൊടുത്തു. കുറച്ച് ചീര ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ബാക്കിയുള്ള ചീര അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കും. അത് കഴിഞ്ഞ് നന്നായിട്ട് വാടിയതിന് ശേഷം മിക്സ് ചെയ്ത് ഉപ്പിട്ടിട്ട് അവസാനം നാളികേരം ഇട്ടിട്ട് എടുക്കലാണ്. ചീരയൊക്കെ വയ്ക്കാൻ വലിയ താമസമൊന്നുമില്ലല്ലോ. നമ്മുടെ ഇവിടെ പച്ചച്ചീര നന്നായിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ നിറയെ പുഴുക്കേട് വരികയാണ് കേട്ടോ.
ഇല ഈ അരിപ്പ നിൽക്കില്ലേ, അരിപ്പ നിൽക്കുമ്പോഴാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ നമുക്കത് കറി വയ്ക്കാനാണ്. അപ്പോൾ അത് കാരണം ഇതുമ്പൊക്കെ എന്താവോ പുഴുവൊന്നും വരുന്നില്ല, ഇത് പുഴുവൊന്നും കഴിക്കില്ല എന്ന് തോന്നുന്നു. പച്ചമുളകിനൊന്നും ഒരു കുഴപ്പമില്ല. വഴുതന കഴിഞ്ഞ ആഴ്ചയിലൊക്കെ കുറേ പൊട്ടിച്ച് വറുത്തു കേട്ടോ. പിന്നെ ഞാൻ രണ്ടാമത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, നമ്മുടെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടണമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി നമുക്ക് കുറേ ജോലികളുടെ ഇടയിൽ ഇത് പറ്റില്ല എന്ന് തോന്നും കേട്ടോ. അങ്ങനെ എൻ്റെ റിലാക്സിങ് ഡേ ആയിരുന്നു ഇന്ന്. കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. കുറേ കമൻറ്റുകൾക്കൊക്കെ വിസ്തരിച്ച് കമൻറ്റ് എഴുതിയിട്ടുണ്ട്. അതിന് റിപ്ലൈ നന്നായിട്ട് തരാനായിട്ട് എനിക്ക് സാധിച്ചില്ല, സോറി. എല്ലാ കമൻറ്റും ഞാൻ വായിക്കുന്നുണ്ട്. ബസ്സിലിട്ട് ഇരുന്നിട്ടായിരുന്നു റിപ്ലൈ തന്നത്, അതുകൊണ്ടാണത് നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പറഞ്ഞാലും ബസ്സിലാകുമ്പോൾ മറ്റുള്ള ശബ്ദങ്ങൾ കൊണ്ട് അത് ക്ലിയർ ആവില്ല. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. ഏതോ ഒരു കമൻറ്റിന് എന്തായാലും മറുപടി തരണം എന്ന് തോന്നി, അത് എന്താണെന്ന് മറന്നു പോയിട്ടാ, സോറി. പിന്നെ അങ്ങനെ വൈകുന്നേരത്തേക്കുള്ള ചോറും കൂടിയും ചോറിനുള്ള വെള്ളം വെച്ചതാണ് കേട്ടോ. പിറ്റേ ദിവസത്തേക്കുള്ള ചോറ് വെച്ചേക്കുന്നു ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ആ ചോറും നമ്മുടെ ചീര തോരനും അച്ചാറും രസവും, അതാണ് ഇന്ന് വൈകുന്നേരത്തെ ഫുഡ്. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ്. പക്ഷേ ഇപ്പം എനിക്ക് അങ്ങോട്ട് പറ്റണില്ല. ചില ദിവസമൊക്കെ ഉണ്ടാക്കും വേണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ കൂടുതൽ അങ്ങനെയാണെങ്കിൽ പൊറോട്ട പുറത്തുനിന്ന് വാങ്ങിക്കലൊക്കെയാണ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.